റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടക്കുന്ന മുനമ്പത്ത് ഇന്നലെ നന്ദി മോദി പരിപാടി നടന്നു. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്തുകാരെ കുടിയിറക്ക് ഭീഷണിയിൽ നിന്ന് സംരക്ഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു NDAയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. വൈകിട്ട് 4 മണിക്ക് നടന്ന സമ്മേളനം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ പങ്കെടുത്തു. മുനമ്പം വഖഫ് ഭൂമി തർക്കക്കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ അന്തിമ ഉത്തരവിറക്കുന്നതിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തി. വഖഫ് ട്രൈബ്യൂണലിലെ വാദം തുടരുന്നതിന് തടസ്സമില്ലെങ്കിലും അന്തിമ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവിന് വിധേയമായിട്ടായിരിക്കും. വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ഹർജിയിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രൈബ്യൂണലിന് മുമ്പാകെ പറവൂർ സബ് കോടതിയിലെ മുൻ ഉത്തരവിന്റെ രേഖകൾ വിളിച്ചു വരുത്തണമെന്നാവശ്യപ്പെട്ട് വഖഫ് ബോർഡ് അപേക്ഷ നൽകിയിരുന്നു. വഖഫ് ബോർഡിന്റെ ആവശ്യം ട്രിബ്യൂണൽ നിരസിച്ചതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. റവന്യൂ ഉടമസ്ഥത തിരികെ ആവശ്യപ്പെട്ട് മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന സമരം 186-ാം ദിവസത്തിലേക്ക് കടന്നു. പണം ഞങ്ങൾ തരും. കേന്ദ്ര നിയമമന്ത്രി മുനമ്പത്ത് എത്തിയതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇതില്ലാതെ വന്നതോടെ നിയമ പോരാട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച കൂടിയാലോചന ഇന്ന് നടക്കും. വഖഫ് നിയമ ഭേദഗതിയിലെ ചട്ടരൂപീകരണത്തിൽ മുനമ്പത്തുകാർക്ക് അനുകൂലമായി നിയമം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നാട്ടുകാർ അറിയിച്ച ആശങ്കയിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി പറയാമെന്ന് കേന്ദ്രമന്ത്രി മറുപടി നൽകി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.